ഹായ് ഗായ്സ്, നെറ്റ്വർക്ക് ഗാർഡിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഒരുപാട് നാളായി കണ്ടിട്ട്, ഏകദേശം ഒരു 1.5 ഇയേഴ്സിൻ്റെ ഗ്യാപ്പായി. ഞാൻ DCSലായിരുന്നപ്പോഴായിരുന്നു ഫസ്റ്റ് സീരീസിലെ ആദ്യത്തെ 5 വീഡിയോസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ HCLലാണ്. എനിക്കറിയാം ഇതൊരു വലിയ ഗ്യാപ്പാണ്. 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്യാപ്പാണ്. ഞാൻ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് എടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. എന്നിരുന്നാൽ പോലും സമയം കിട്ടിയില്ല. സമയത്തിൻ്റെ പരിമിതി കാരണമാണ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. ഈ 1.5 വർഷം എന്ന് പറയുന്നത് വലിയൊരു ഡ്യൂറേഷൻ ആണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഞാൻ ഒരു പ്രോഫിറ്റ് എയിം ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഒരു ചാനലൊന്നും അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സമയത്തിന് എനിക്ക് കിട്ടുന്ന എൻ്റെ ഫുൾ ടൈം വർക്ക്, അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫ്, പിന്നെ ഞാൻ 1-2 കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. അത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കാൻ സാധിച്ചില്ല. അതാണ് ആക്ച്വൽ റീസൺ. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഓർത്തു, ഓക്കെ, നമ്മൾ അന്ന് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, 1-2 വീഡിയോസ് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇതൊരു ഫുൾ പാക്കേജ് ആയിട്ട് ഇടുവാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് നിങ്ങൾക്ക് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. നിങ്ങൾ എല്ലാവരും ഇത് കാണണം, മൊത്തത്തിൽ ഇരുന്ന് കണ്ട് എല്ലാവരും നെറ്റ്വർക്കിലോട്ട് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് VLAN-നെ കുറിച്ചാണ്. വിർച്വൽ ലാൻ എന്താണ്? VLAN എന്തിനാണ് നമ്മൾ VLAN പഠിക്കേണ്ടത്? ഒരു കഥ പോലെ നമുക്ക് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കഥ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ചെറിയ രീതിയിൽ അതെങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് എന്താണ് ഹബ്ബ്, സ്വിച്ച് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹബ്ബ് ഒരു പഴയ നെറ്റ്വർക്ക് എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ആരും തന്നെ ഹബ്ബ് യൂസ് ചെയ്യുന്നില്ല, സ്വിച്ചാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അന്നേരം ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹബ്ബിനകത്ത് സിംഗിൾ കൊളീഷൻ ഡൊമൈൻ, സിംഗിൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ചിനകത്താണെങ്കിൽ സിംഗിൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ആണെങ്കിലും മൾട്ടിപ്പിൾ കൊളീഷൻ ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കൊളീഷൻ ഡൊമൈൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമാജിൻ ചെയ്യുക, നമുക്കൊരു ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു ഇടവഴി ഉണ്ട്. ആ ഇടവഴി കൂടെ ഇങ്ങനെ 2 ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ്. അന്നേരം അത് കൊള്ളൈഡ് ആവാൻ വേണ്ടിയിട്ടുള്ള, അത് തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൂടുതലാണെന്നല്ല, അത് കൂട്ടിയിടിക്കും. രണ്ടും ഒരേ സമയത്ത് ഒരേ നാരോ ആയിട്ടുള്ള പാത്തിൽ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കും. അന്നേരം എന്താ ചെയ്യുന്നത്? ആ ട്രാഫിക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് ഡ്രോപ്പ് ആവും. അതങ്ങനെ അതാണ് ആക്ച്വലി ഹബിന്റെ മെയിൻ പ്രോബ്ലം തന്നെ. ഈ ഒരു പ്രത്യേക കാരണത്താൽ തന്നെ നമുക്ക് സ്വിച്ച് അതിന്റെ അഡ്വാൻറ്റേജ് എടുത്ത് അത് കയറി വന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതുണ്ടോ, ഇവിടെ കുറച്ച് പോർട്ടുകളൊക്കെ കാണുന്ന പോലെ. നമുക്ക് എത്ര പോർട്ടുകളുള്ള സ്വിച്ച് ആണെങ്കിലും ഈച്ച് പോർട്ടിനും അതിനൊരു കൊളീഷൻ ഡൊമൈൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം കൊളീഷൻ ഡൊമൈൻ എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരേ നാരോ ആയിട്ടുള്ള പാത്തിൽ കൂടെ 2 പേര് ഓപ്പോസിറ്റ് വരുമ്പോൾ കൊളൈഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ട്രാഫിക് നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, അത് ഡ്രോപ്പ് ആയി പോകും. പക്ഷേ മൾട്ടിപ്പിൾ കൊളീഷൻ ഡൊമൈൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പോർട്ടിനും ഓരോ പാത്ത് സ്വിച്ചിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ, ഓക്കെ, എനിക്ക് പോർട്ട് 1 പോകണമെങ്കിൽ പോർട്ട് 1 പോകാൻ ഡെഡിക്കേറ്റഡ് പാത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് അതുവഴി പോകാം. പോർട്ട് 24 പോകണമെങ്കിൽ എനിക്ക് അതിനുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാത്തിൽ കൂടെ എനിക്ക് ആ പോർട്ടിലോട്ട് പോകാം. അങ്ങനെ നമുക്ക് കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാം. അതാണ് കൊളീഷൻ ഡൊമൈൻസ് ഒത്തിരി ഉള്ളെങ്കിൽ, ഒരുപാട് കൊളീഷൻ ഡൊമൈൻസ് ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ്. അന്നേരം ഹബിനില്ലാത്തത് മൾട്ടിപ്പിൾ കൊളീഷൻ ഡൊമൈൻസ് ആയിരുന്നു. സ്വിച്ചിന്റെ അഡ്വാൻറ്റേജ് അതിന് ഡിഫറെന്റ് കൊളീഷൻ ഡൊമൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കൊളീഷൻ ഡൊമൈൻസ് ഉണ്ട്. ഇത് കൊളീഷൻ ഡൊമൈനിന്റെ കോൺസെപ്റ്റ്. ഇനി ബ്രോഡ്കാസ്റ്റ് ഡൊമൈനിലോട്ട് വരാം. ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ എന്താണെന്ന് പറയുവാണെങ്കിൽ, ഓക്കെ, ഒരു കല്യാണ മണ്ഡപത്തിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു thousands of പീപ്പിൾസ് എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അന്നേരത്തേനും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു കോർണറിൽ നിന്ന് പറയാണ്, ഹലോ എല്ലാവരും ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് ഒരു കോർണറിൽ നിന്ന് ഒരാൾ പയ്യെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കണമെന്നില്ല. പക്ഷേ അതേ ആള് ഒരു സ്റ്റേജിൽ ചെന്നിട്ട് മൈക്ക് എടുത്തിട്ട്, രമേശ് ചേട്ടാ, താങ്കളുടെ ബൈക്ക് ഒന്ന് മാറ്റി വെക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റീവ് ആക്ഷൻ അവിടെ നടക്കും. ഇതാണ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. സ്വിച്ചിന് മൾട്ടിപ്പിൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ഇല്ല, പക്ഷേ ഒരു സിംഗിൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ഉണ്ടെങ്കിലും അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും ഈ ഒരു കോൺസെപ്റ്റിൽ.
പക്ഷേ ആ എഫിഷ്യൻസി ചില സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. എപ്പോഴാണ് ഒരുപാട് ട്രാഫിക്, ഒരുപാട് കേബിൾസ് ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നെക്സസ് സ്വിച്ചസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു വലിയ ഒത്തിരി പോർട്ടുകളുള്ള സ്വിച്ചസ്, ഒരു 48 പോർട്ട്സ് ഉള്ള സ്വിച്ചിൽ ഒരു 40 പോർട്സും എൻഡ് ഡിവൈസസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് കമ്പ്യൂട്ടേഴ്സോ പ്രിന്റേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനും ഇതിന്റെ എല്ലാ ട്രാഫിക് ഈ സ്വിച്ചിലോട്ട് വരും. അന്നേരം ഇതൊരു ആദ്യം പറഞ്ഞ കല്യാണ മണ്ഡപത്തിന്റെ എക്സാമ്പിൾ പോലെ തന്നെയാണ്. പല റിലേറ്റീവ്സ്, പല ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ മൊത്തത്തിലൊരു കലബലയാണ്. അതുപോലെ ഈ ട്രാഫിക് എല്ലാം കൂടെ ഇവിടെയോട്ട് വന്നു കഴിയുമ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് ഡൊമൈനിൽ നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു കൺജക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ നെറ്റ്വർക്ക് ഇങ്ങനെ അതിന്റെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അന്നേരം നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാം. ഈ ബ്രോഡ്കാസ്റ്റ് ഡൊമൈനിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ VLAN എന്ന് പറയുന്നത്. വിർച്വൽ ലാൻ. VLAN എന്ന് പറഞ്ഞാൽ വിർച്വൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സ്വിച്ച് ഒരു ലാൻ ആണ്. സ്വിച്ചിനെ തന്നെ പല ചെറിയ 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 സ്വിച്ചുകളായിട്ട് ആക്ച്വലി ഫിസിക്കലി ഒരു ബോക്സ് ആണ്, പക്ഷെ വിർച്വലി ഞാൻ അതിനെ എൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് എനിക്ക് അതിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 10 സ്വിച്ചസ് ആയിട്ട് സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ എനിക്ക് അതിനെ 3 ആയിട്ട് വേണമെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മൾ VLAN എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് VLAN എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ VLAN എന്ന് പറയുന്നത്, ഞാൻ മുമ്പത്തെ ആ എക്സാമ്പിൾ, നമ്മൾ കഥയിലോട്ട് തിരിച്ചു വരാം. കല്യാണ മണ്ഡപത്തിൽ ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ സംസാരിക്കുകയാണ്, ഫ്രണ്ട്സ് സംസാരിക്കുകയാണ്, ഫോട്ടോഗ്രാഫേഴ്സ് സംസാരിക്കുകയാണ്, കാറ്ററിംഗുകാർ, ഇവന്റ് മാനേജ്മെന്റുകാർ, എല്ലാവരും ഭയങ്കര സംസാരത്തിലാണ്. ആകെ മൊത്തം ആ ഒരു പാർട്ടി വൈബാണ്. നമുക്കെല്ലാം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാള് അതിലൂടെ കയറിപ്പോയിട്ട് ഒരു ചെറിയ കാര്യം ആർക്കെങ്കിലും ഒന്ന് പാസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് കാര്യം. അന്നേരം നമുക്ക് VLANന്റെ കോൺസെപ്റ്റിൽ ഈ ഒരു പാർട്ടി ഹാളിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് VLAN വെച്ചിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പാർട്ടി ഹാളിനെ നമ്മളൊരു VLANന്റെ കോൺസെപ്റ്റിലോട്ട് എത്തിക്കുവാണെങ്കിൽ, ഞാൻ പറയുവാണ്, ഓക്കെ, ചെറുക്കൻ്റെ കൂട്ടരെല്ലാം ലെഫ്റ്റ് സൈഡിലും പെണ്ണിന്റെ കൂട്ടരെല്ലാം കൂടെ റൈറ്റ് സൈഡിലോട്ട് മാറുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെഗ്രിഗേഷൻ നടന്നു. ഇനി അതിനകത്ത് ഞാൻ പറയുക, ചെറുക്കൻ്റെ അകത്ത് തന്നെ അവിടെ ഉള്ളതിൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള കൂട്ടരിൽ വീണ്ടും ചെറുക്കൻ്റെ അമ്മയുടെ കൂട്ടര് വേറൊരു ഫ്രണ്ട് സൈഡിലോട്ട് മാറി നിൽക്കുക, ചെറുക്കൻ്റെ അച്ഛൻ്റെ കൂട്ടര് ബാക്ക് സൈഡിലോട്ട് മാറി നിൽക്കുക, ഇതേ സാധനം ഓപ്പോസിറ്റ് സൈഡിലും. സോ അവിടെ 4 സബ് കാറ്റഗറീസ് ആയി. അതിനകത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, ഓക്കെ, നിങ്ങളുടെ കുട്ടികളെല്ലാവരും വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും സെഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വീണ്ടും സബ് കാറ്റഗറീസ് ആയി. അങ്ങനെ നമുക്ക് എന്തായി, ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുവാണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വെച്ചു, അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൂഫ് വോൾ വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താണ്, ഇവർ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അവരുടെ ടോപ്പിക്കിൽ എൻഗേജ്ഡ് ആകും. അതുപോലെ തന്നെ അവരുടെ ഏജ് ഒരു ക്രൈറ്റീരിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് അവർക്ക് തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് തന്നെയാണ് സ്വിച്ചിനകത്ത് നമുക്ക് ഈ VLANന്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്. നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് VLAN എന്താണെന്ന് നോക്കുമ്പോൾ നോർമലി പറയുന്ന ഒരു ഓഫീസ് നെറ്റ്വർക്കിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്. ഇത്രയേ ഉള്ളൂ, HR വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് VLAN, ഫിനാൻസ് ടീമിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് VLAN, നെറ്റ്വർക്ക് ടീമിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് VLAN, അതല്ലെങ്കിൽ ആക്ച്വൽ കോർപ്പറേറ്റ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് VLAN. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സെയിം സെറ്റ് ഓഫ് പീപ്പിൾസിനെ മാത്രം നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്വിച്ച് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് തിങ്ക് ചെയ്താൽ മതി. പക്ഷേ ഞാനൊരു കമ്പനി റൺ ചെയ്യാണ്. ആ കമ്പനിക്ക് എനിക്ക് 10 സ്വിച്ച് വാങ്ങിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല, എനിക്ക് ഒറ്റ സ്വിച്ച് വാങ്ങിക്കാനുള്ള കേപ്പബിലിറ്റിയേ ഉള്ളൂ. പക്ഷേ എൻ്റെ 10 ഡിപ്പാർട്ട്മെന്റ്സിനും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് കിട്ടിയ ഒരു ഫീൽ അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ ഓണറായിട്ട് എനിക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫിനാൻസ് ടീമിന്റെ ഡീറ്റെയിൽസ് കോർപ്പറേറ്റിലെ ഒരു ഗസ്റ്റിന് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിലൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി അവർക്ക് ഇടയിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻസ് വെച്ചു. അവർക്ക് സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ അവരുടെ സൗണ്ട് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ആ കല്യാണ മണ്ഡപത്തിലെ ഒരു കുഞ്ഞു കൊച്ചിന് അവരുടെ അമ്മയുടെ അടുത്തോ അല്ലെ അച്ഛൻ്റെ അടുത്തോ സംസാരിക്കണം.
ആ സമയത്ത് ഡയറക്റ്റ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ ഗേറ്റ് വേയിൽ ചെന്ന് ഒരു ഡോറിലൂടെ ഓപ്പൺ ചെയ്ത് അപ്പുറത്തെ ഡോർ ഓപ്പൺ ചെയ്ത് വീണ്ടും അവരുടെ അകത്ത് കയറി ചെന്ന് സംസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ അറിയിക്കണം, ഓക്കെ ഇതെന്റെ കൊച്ചാണ്, ഇത് ഇന്ന പേരന്റ് ഉള്ള റൂമിൽ തന്നെ ചെല്ലണം. സോ അങ്ങനെ ഒരു ഗൈഡൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ആ സമയത്താണ് സ്വിച്ചിങ്ങിനകത്ത് റൗട്ടിങ്ങിന്റെ പോസിബിലിറ്റി വരുന്നത്. അതായത് നമ്മളൊരു സ്വിച്ചിനെ വീലാൻസ് ഉപയോഗിച്ച് ലോജിക്കലി ഡിഫറെന്റ് സ്വിച്ചസ് ആയിട്ട് വേർതിരിക്കുമ്പോൾ ഒരു വീലാനകത്തുള്ള വിർച്വൽ സ്വിച്ചിലുള്ള IPസിന് വേറൊരു വിർച്വൽ സ്വിച്ചിലുള്ള IPസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി പറ്റത്തില്ല. അതിന് നമ്മൾ ഒന്നെങ്കിൽ L3 സ്വിച്ചസ് യൂസ് ചെയ്യണം, അവിടെ IP അല്ലെങ്കിൽ റൗട്ടിംഗ് കോൺസെപ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ റൗട്ടർ യൂസ് ചെയ്യണം. അന്നേരം നമ്മുടെ സ്വിച്ചിൽ നിന്ന് റൗട്ടറിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ആ റെസ്പെക്റ്റീവ് എവിടെയോട്ടാണോ പോകേണ്ടത് ആ ഡെസ്റ്റിനേഷനിലോട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏകദേശം VLAN എന്താണ്, എങ്ങനെ ഇന്റർ VLAN കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആകുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സിംഗിൾ സ്വിച്ചിനെ നമ്മളുടെ ആവശ്യാനുസരണം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് VLAN. നമുക്ക് VLAN എന്ന് പറയുന്നത് ഒരു നമ്പേഴ്സ് ആണ്. VLAN 1, VLAN 2, VLAN 3, VLAN 4 എന്ന് പറഞ്ഞിട്ട് 4096 VLANs അവൈലബിൾ ആണ്. സോ ഇത്രയും VLAN നമ്പറിങ് നമുക്ക് യൂസ് ചെയ്യാം നമ്മളുടെ ഇഷ്ടാനുസരണം. പിന്നെ പോരാത്തതിന് അതിനകത്ത് നേറ്റീവ് VLAN എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ ഈ VLANs ഉപയോഗിച്ച് നമ്മൾ ഒരു ഫിസിക്കൽ ആയിട്ടിരിക്കുന്ന ഒരു ഡിവൈസിനെ വിർച്വലി മൾട്ടിപ്പിൾ സ്വിച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യാണ്. ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ L3 സ്വിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ L3 റൗട്ടർ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഏകദേശം പറഞ്ഞു വന്ന എന്തൊക്കെയാണ് ഈ VLAN ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ഒന്നാമത്തേത് സെക്യൂരിറ്റി. അതായത് HR ടീമിന്റെ ഡേറ്റാസോ ഫയൽസോ ഒന്നും വേറൊരു ടീമിന് കാണാൻ പറ്റത്തില്ല. HR ടീമിൻ്റെതായിട്ടൊരു VLAN ഞാൻ ക്രിയേറ്റ് ചെയ്തു, VLAN 10 ആണ് എങ്കിൽ VLAN 20യിലുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റുകാർക്ക് HR സാധനങ്ങളൊന്നും ഡയറക്റ്റ് കയറി ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തേത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ആക്ച്വലി മുമ്പത്തെ ആ വലിയ ഓഡിറ്റോറിയത്തിൽ ആരെങ്കിലും ചെറുതായിട്ട് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആർക്കും കേൾക്കാതിരുന്ന പോലെയല്ല, മൈക്കിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. അവരുടേതായിട്ടുള്ള ഒരു പാർട്ടീഷൻസ് എല്ലാവർക്കും കിട്ടിയത് കൊണ്ട് അതിൽ അവരുടെ കാര്യത്തിൽ എഫിഷ്യൻസി കൂടിയിട്ടുമുണ്ട്. അന്നേരം നമുക്ക് എന്താ ഓവറോൾ ഒരു കൺജങ്ഷൻ ഇല്ലാതെ നെറ്റ്വർക്കിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് എന്തായിരുന്നു സെക്യൂരിറ്റി, രണ്ടാമത്തേത് നെറ്റ്വർക്കിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത്, മൂന്നാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഓണറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 10 സ്വിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വാങ്ങിക്കുക എന്നുള്ളത് ചിലപ്പം പോസിബിൾ അല്ലായിരിക്കും ഒരു ചെറിയ സ്റ്റാർട്ടപ്പിന്. അന്നേരം അവർക്ക് എന്താണ്, ഒരു VLAN വെച്ചിട്ട് ആ ഉള്ള ഒരു ഒറ്റ സ്വിച്ചിനെ അല്ലെങ്കിൽ 2 സ്വിച്ചിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ VLAN കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓരോന്നും ഓരോ നെറ്റ്വർക്കായി ചെറിയ സബ് നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യുന്നു. അന്നേരം കോസ്റ്റ് റിഡക്ഷൻ, ഫസ്റ്റത്തെ പോയിന്റ് സെക്യൂരിറ്റി, സെക്കൻഡ് വന്നിട്ട് പെർഫോമൻസ്, മൂന്നാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ. ഇത് മൂന്നെണ്ണമാണ് നമ്മളുടെ VLAN ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ്. ഇനി എല്ലാത്തിലും ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള പോലെ ഇതിനും ദോഷങ്ങളുണ്ട്. ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി. ഒരാൾ കോൺഫിഗർ ചെയ്യാൻ അറിയാം, പ്ലഗ് ആൻഡ് പ്ലേ അല്ല, നമ്മളിത് കോൺഫിഗർ ചെയ്യാൻ പഠിക്കണം, കോൺഫിഗർ ചെയ്യണം. രണ്ടാമത്തേത് ഇന്റർ VLAN കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ അഡീഷണൽ ചെയ്യണം, ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാല. നമ്മൾ എന്താണേലും നമുക്ക് തിയറി പറഞ്ഞത് മതിയായിരിക്കും, നമുക്ക് ഇതൊന്ന് ചെയ്തും കൂടെ കാണിച്ചു തരാം.
So, thanks for watching. Bye bye.